സാന്ത്വനത്തെ സമീപിക്കുമ്പോൾ വർഷങ്ങളായി നമ്മുടെ സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. SM തങ്ങൾ മെമ്മോറിയൽ, SOS സാന്ത്വനം പാലിയേറ്റീവ് ഹോം കെയർ ആൻഡ് ഫിസിയോതെറാപ്പി സെന്റർ മാക്കൂൽ പീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 7 വർഷമായി നടന്നുവരുന്ന സാന്ത്വനം പാലിയേറ്റീവ് ഹോം കെയർ, സാന്ത്വനത്തിന്റെ വളണ്ടിയർമാരും നഴ്സുമാരും അടങ്ങുന്ന പാലിയേറ്റീവ് സംഘം നമ്മുടെ യൂണിറ്റിലും നിരവധി വീടുകളിൽ അവശരായ രോഗികളെ പരിചരിച്ചു വരികയാണ്. SOS പാനൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2500-ലേറെ രോഗികളെ പ്രതിമാസം SOS സാന്ത്വനം പരിചരിക്കുന്നുണ്ട്. പാറാട് സാന്ത്വനം ഹോം കെയർ, കടവത്തൂർ സാന്ത്വനം ഹോം കെയർ, പൂക്കോം സാന്ത്വനം ഹോം കെയർ, കരിയാട് സാന്ത്വനം ഹോം കെയർ, കൂരാറ സാന്ത്വനം ഹോം കെയർ, SM തങ്ങൾ മെമ്മോറിയൽ സ്നേഹികളുടെയും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന് അഭിമാനമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും അനിവാര്യമായ കാര്യമാണ്. അൽഹംദുലില്ലാഹ്, SOS വരപ്ര യൂണിറ്റ് കമ്മിറ്റിയുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ട് സാന്ത്വന കേന്ദ്രം ഈ നാടിന് സമർപ്പിക്കാനിരിക്കുകയാണ്. അഭിവന്യരായ കല്ലറക്കൽ തങ്ങൾ ഉസ്താദ് സയ്യിദ് ഹാമിദ് അൽ ബുഖാരി, സയ്യിദ് ഹുസൈൻ തങ്ങൾ, അഷ്റഫ് സഖാഫി കടവത്തൂർ, നവാസ് കൂരാറ, SOS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മരുവന്തായി തുടങ്ങിയ പ്രാസ്ഥാനിക നേതാക്കൾ, TP മുസ്തഫ, KP രാമചന്ദ്രൻ മാസ്റ്റർ, N അനിൽകുമാർ, സഞ്ജീവൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളുമുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരാനിരിക്കുകയാണ്. വരപ്ര മഹല്ല് ജമാഅത്തിന്റെ കാര്യദർശി MP യൂസുഫ് മാസ്റ്റർ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അനിവാര്യമായ ഒരു യാത്ര പോയതുകൊണ്ട് പിന്നീട് വരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാടിന്റെ ആത്മീയ വെളിച്ചം വരപ്ര മഹല്ല് ഖത്തീബായി സേവനമനുഷ്ഠിച്ചു വരുന്ന ചെണ്ടയാട് പ്രദേശത്തിന്റെ ആത്മീയ നേതൃത്വം മഹാനായ KM ചെണ്ടയാട് മൂസ ഉസ്താദ് അവറുകളെ ഈ മഹത്തായ വേദിയിൽ വെച്ച് ഈ നാട്ടിന്റെ ആദരവ്, പൗരാവലിയുടെ ആദരവ് സമർപ്പിക്കാനിരിക്കുകയാണ്. മഹാനവറുകളെ നമ്മുടെ നാടിന് മഹാനവറുകൾ ചെയ്ത സേവനത്തിന് ഈ നാടിന് നേതൃത്വം നൽകിയതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടാണ് ഈ മഹത്തായ സാന്ത്വനത്തിന്റെ കേന്ദ്രം സമർപ്പിക്കുമ്പോൾ ഈ നാടിന് വേണ്ടി മഹാനവറുകളെ നമ്മൾ ആദരിക്കുന്നത്. വളരെ മനോഹരമായ നിരവധി പരിപാടികൾ വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ തങ്ങൾ, SPB തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സാന്ത്വന കേന്ദ്രം നാടിന് സമർപ്പിക്കുകയാണ്. അഭിവന്യരായ കല്ലറക്കൽ തങ്ങൾ ഉസ്താദ്, രാഷ്ട്രീയ സാംസ്കാരിക പ്രാസ്ഥാനിക നേതാക്കളും എല്ലാം സാന്ത്വന കേന്ദ്രത്തിന് അരികിലേക്ക് നീങ്ങുകയാണ്. സാന്ത്വന കേന്ദ്രം നാടിന് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരെയും നമ്മുടെ മഹത്തായ സാന്ത്വന കേന്ദ്രത്തിന്റെ സമീപത്തേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയാണ്.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ബഹുമാനപ്പെട്ട SPB തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ പാനൂർ പ്രദേശത്ത് SPB തങ്ങളുടെ അസാന്നിധ്യം നമുക്കുണ്ടെങ്കിലും ആത്മീയമായ അവരുടെ സാന്നിധ്യമാണ് നമ്മുടെ ഈ പരിപാടികളുടെ എല്ലാം ശക്തി. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ നമുക്ക് പകരക്കാരനായി തന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇഹലോകവാസം വെടിഞ്ഞത്. അല്ലാഹു മഹാനവറുകളുടെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ദുആക്ക് നേതൃത്വം നൽകുകയാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته. وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وابدنا حوله المورود واشرنا غدا تحت ظل لوائه المعقود. اللهم اوصل ثواب قراءتنا وبركة دعائنا وصلواتنا بعد القبول منا اولا الى حضرة سيدنا محمد صلى الله عليه وسلم. اللهم الى حضرات ابائه واخوانه من الانبياء والمرسلين وازواجه الطاهرات امهات المؤمنين واهل بيته وعترته وذريته الى يوم الدين. اللهم الى حضرات جميع الانبياء والاولياء والشهداء والصديقين والصالحين. اللهم الى حضرات جميع امواتنا واموات المسلمين واغفر لنا ولهم واجمع بيننا وبينهم في دار جناتك الفردوس. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم افضل علينا من فيوضاتهم وانوارهم واسرارهم وبركاتهم في الدارين. اللهم بارك لنا في جميع امورنا من اجتمعنا هذا في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സ്നേഹം നിറഞ്ഞ എൻ്റെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട കലാർക്കത്തങ്ങൾ അവർ നമ്മുടെ സഹസമ്പൻ ചെയർമാൻ ഖാദറാജിക്ക അരയർത്ത് അബ്ദുള്ളാജിക്ക അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സുന്നത്തയമായത്തിൻ്റെ എല്ലാവർക്കും എപ്പോഴും സുപരിചിതനായിട്ടുള്ള KM ചെണ്ടിയാട് മറ്റ് നേതാക്കളെ സഹപ്രവർത്തകരെ രക്ഷിതാക്കളെ അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സുദിനം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ നമ്മുടെ എത്രയും വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഒരു കാത്തിരിപ്പിൻ്റെ സമാപനം
സമാഗതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വരപ്പുറയിൽ സാന്ത്വന പ്രവർത്തനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 4-5 വർഷം മുമ്പ് നമ്മൾക്ക് ഇവിടെ സ്മരിക്കാനുള്ള ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ അന്ന് നമ്മൾ വിട്ടിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ആവശ്യത്തിൽ ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം സംഘടനാപരമായും സാന്ത്വനപരമായി നമുക്ക് നേതൃത്വം എന്ന് ഉപദേശം തന്നിട്ടുള്ള ഈ നഗരിൻ്റെ പേരിലുള്ള എരവത്ത് അലീക്ക മൺമറിഞ്ഞു പോയിട്ടുണ്ട് എല്ലാവരും. അലീക്കയെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ആവേശവും നമുക്ക് എപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലായിട്ടും സംഘടനാപരമായിട്ടും ഒരറിവും ഒരു നേതൃത്വം തന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു അലീക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇവിടെ മെഡിക്കൽ കാർഡ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത് നമ്മളെ കയ്യിലേൽപ്പിച്ച് തന്നത് അലീക്കയാണ്. അൽഹംദുലില്ലാഹ് ആ ഉദ്ഘാടനം ചെയ്ത് തന്ന് ഈ മാസം വരെയും അൽഹംദുലില്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളോളം ഇനിയും അത് നിർവഹിക്കാനും ചെയ്യുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് ആ ഉദ്ഘാടന സമയത്ത് അലീക്ക പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് സംഗതികൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് സാന്ത്വനത്തിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് തുടർന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഈ ഒരു വാക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സംഘടനാപരമായും മറ്റ് ഇതര സംഘടനാപരമായിട്ടും സ്നേഹം കൊണ്ടും മറ്റു പല മുഖേനയും നമ്മൾ സപ്പോർട്ടും സഹകരണവും ചെയ്തിട്ടുണ്ട്. തുടർന്നും അവർ നല്ല എല്ലാ സഹകരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലെ സ്വാഗതം പറയാന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സാന്ത്വന സെൻ്റർ ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് ഷഹാബുദ്ദീൻ ഇദ്രീസി അല്ലാസി കല്ലർഗത്തങ്ങൾക്ക് അവർക്ക് ഞാൻ ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു സ്വാഗത സംഘത്തിൻ്റെയും നമ്മുടെ പ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകി തന്ന ഖാദറാജിക്ക നമ്മുടെ ചെയർമാൻ, അദ്ദേഹത്തിനും സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ അബ്ദുല്ലാജിക്ക അദ്ദേഹത്തിനും നമ്മുടെ സംഘടനയുടെ പേരിലും സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൽ നമ്മുടെ വിശിഷ്ട അതിഥികളായ SPP ഹുസൈൻ തങ്ങൾ അദ്ദേഹത്തിനും നമ്മുടെ സംഘടനയുടെ പേരിലും സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇതിൽ ഒരുപാട് നമ്മുടെ സ്നേഹം സ്നേഹമായ സ്വീകരണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള TP മുസ്തഫ സാഹിബ്, അതേപോലെ KP രാമേന്ദ്ര മാസ്റ്റർ, സജീവ മാസ്റ്റർ, എല്ലാവർക്കും സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗത സംഘം ചെയർമാൻ PC അബ്ദുൽ ഖാദർ ഹാജി സ്നേഹപൂർവ്വം സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്നീ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ച തങ്ങൾ ഉസ്താദ് അവറുകളെ, ഇവിടെ നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സയ്യിദ് ഹുസൈൻ തങ്ങൾ SPP അവറുകളെ, നവാസ് പുരാറ,
MP യൂസഫ് മാസ്റ്റർ, TP മുസ്തഫ സാഹിബ്, N അനിൽകുമാർ സാഹിബ്, KP രാമേന്ദ്രൻ മാസ്റ്റർ, സഞ്ജീവ് മാസ്റ്റർ, ചണ്ടിയാട് പ്രദേശത്തെ ആത്മീയ വെളിച്ചം ബഹുമാനപ്പെട്ട KM ചണ്ടിയാട് മൂസഫ് ഉസ്താദ് അവറുകളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് SYS വരപ്ര യൂണിറ്റ് സന്ദർശന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷ നിമിഷത്തിലാണ് നാം എല്ലാവരും. വരപ്രയിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിനീതനായി എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. വർഷങ്ങളായി പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുകയും പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ കിറ്റെത്തിക്കുകയും റേഷൻ സംവിധാനം ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അതിനെയെല്ലാം ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാകത്തിലുള്ള സൗകര്യമുള്ള ഒരു സ്വാന്തന കേന്ദ്രമാണ് ഇന്നിവിടെ നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് എന്നോടും ബന്ധപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മളെ ക്ഷണം ഇവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ട് CI സർ. ഏതായാലും നിമിഷങ്ങൾക്കാകുമ്പോൾ അവിടെ എത്തിച്ചേരും. കൂത്തുപറമ്പിൽ ഒരു മുഖ്യമന്ത്രിയുടെ പരിപാടി ഉള്ളതുകൊണ്ട് ശകലം ലേറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചണ്ടിയാട് പ്രദേശത്തെ ആത്മീയ വെളിച്ചം ബഹുമാനപ്പെട്ട KM ചണ്ടിയാട് മൂസഫ് ഉസ്താദ് അവറുകളെ, ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വരപ്ര യൂണിറ്റ് സാന്ത്വന കേന്ദ്രം ഉദ്ഘാടന വേദിയിൽ ഈ മഹത്തായ പരിപാടി 2 ദിവസം നീണ്ടു നിൽക്കുന്ന മർഹൂം നിറോത്ത് അലി ഹാജി നഗറിൽ നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട കല്ലറക്കൽ തങ്ങൾ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضوان الله أما بعد. പ്രിയപ്പെട്ട നേതാക്കളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഏറെ സന്തോഷത്തോടെ വരപ്ര യൂണിറ്റിലെ സാന്ത്വന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅ്സത്തിനു മുമ്പും അവിടുത്തെ നബിയായി നിയോഗിക്കപ്പെട്ടതിൻ്റെ ശേഷവും അവിടുന്ന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുകയും പ്രവർത്തന മേഖലകളിൽ കൊണ്ടുവരികയും ചെയ്ത വളരെയധികം ശ്രേഷ്ഠതകൾ ഉണ്ടെന്ന് സമൂഹത്തിന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു മേഖലയാണ് സാന്ത്വന മേഖല എന്നത്. നമുക്കറിയാം, ഹിറാ ഗുഹയിൽ അവിടുന്ന് ഏകാന്തവാസം നടത്തിയിരുന്ന സമയമാണല്ലോ വഹി അവതീർണമായത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി കൂടിക്കാഴ്ച നടത്തി വിശുദ്ധ ഖുർആനിൻ്റെ ഇറക്കമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയാകുന്ന ഖദീജ റളിയല്ലാഹു അൻഹായുടെ സവിധത്തിലേക്ക് എങ്ങനെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന ആ വലിയ ഉത്തരവാദിത്തഭാരം മനസ്സിലുള്ളതുകൊണ്ട് ഭയവിഹ്വലനായി കടന്നു ചെന്നപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായോട് സമ്മിലൂനി
എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്തരൂ ഖദീജ എന്ന് ആവശ്യപ്പെട്ട് ആ പുതപ്പിനിടയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുകൂടിയപ്പോൾ മുത്തുനബി തങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞ വാക്കുകൾ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് നമുക്കൊക്കെ അറിയാം. ആശ്വാസവാക്കുകളിൽ സാന്ത്വന പ്രവർത്തനങ്ങളെ എണ്ണിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, ഒരിക്കലും തങ്ങളെ അങ്ങയെ അല്ലാഹു പ്രയാസപ്പെടുത്തുകയില്ല, അല്ലാഹു വിഷമിപ്പിക്കുകയില്ല. കാരണം തങ്ങൾ പാവപ്പെട്ടവർക്ക്, അശരണർക്ക്, രോഗികൾക്ക്, ഒന്നുമില്ലാത്തവർക്ക് ആശ്വാസമേകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവർക്കും സന്തോഷമേകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും തങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയില്ല, അല്ലാഹു തങ്ങളെ വിഷമിപ്പിക്കുകയില്ല എന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഈ സാന്ത്വന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്കും അശരണർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും സാന്ത്വന മേഖലയാണ്. കേരളത്തിലുടനീളം SYS എന്ന സംഘടന എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വരപ്ര യൂണിറ്റിലും അത് ഉദ്ഘടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഈ മേഖല സജീവമാക്കാനും എല്ലാവരിലേക്കും ഈ സന്ദേശം കൈമാറാനും ആവശ്യമുള്ളവർക്കെല്ലാം ആവശ്യ സമയങ്ങളിൽ സഹായമെത്തിച്ചു കൊടുക്കാനും ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിവിടെ നിർമ്മിതമാവാനും യാഥാർത്ഥ്യമാവാനും പ്രവർത്തിച്ച് സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ സന്തോഷവും അവർക്ക് നൽകുമാറാകട്ടെ. പ്രതിസന്ധികൾ അവർക്ക് അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന്റെ അഹ്ലുകാരായി ഉൾപ്പെടുത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്ത് പരിലസിക്കാൻ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട്, ഒരാളുടെ ആവശ്യം നിർവഹിച്ചുകൊണ്ട്, അവർക്ക് സന്തോഷത്തെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അയാളുടെ കൂടെ അയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നത് ഒരു മാസക്കാലം എൻ്റെ പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സന്തോഷം കൈമാറാൻ നാം ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോടെ ഈ മഹത്തായ കർമ്മം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SYS വരപ്ര യൂണിറ്റ് സാന്ത്വന കേന്ദ്രം ഉദ്ഘാടന വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുർ റഷീദ് സഖാഫി മെരുവമ്പായി. ഉസ്താദ് അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ഹൈദറോസി കല്ലറക്കൽ തങ്ങൾ, സയ്യിദ് ഹുസൈൻ SPP തങ്ങൾ, അഭിവന്ദരായ പണ്ഡിതന്മാർ, മഹല്ല് ഭാരവാഹികൾ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ PC അബ്ദുൽ ഖാദർ ഹാജി, SYS ജില്ലാ സെക്രട്ടറി നവാസ് കുരാറ അടക്കമുള്ള നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ,
SYSന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ജനമനതലങ്ങളിൽ ഏറെ സ്വാധീനം സൃഷ്ടിച്ച ഒന്നാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളിലും ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ള സാന്ത്വന കേന്ദ്രങ്ങളും മാതൃകാ കേന്ദ്രങ്ങളും ക്ലിനിക്കുകളും പ്രവർത്തിച്ചു വരികയാണ്. പാനൂർ സോണിൽ മാത്രം 7 കേന്ദ്രങ്ങളിൽ പാലിയേറ്റീവ് വാഹനങ്ങൾ വീടുവീടാന്തരം കയറിയിറങ്ങി രോഗികളെ പരിചരിച്ച് ആവുന്നിടത്ത ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വേദിയുടെ തൊട്ടുമുന്നിൽ നിരത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ചിലത് അതാണ്. ദുരന്തഭൂമികളിലും അത്യാഹിത സംഭവങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന എമ്പാടും വളണ്ടിയർമാർ ഈ പ്രസ്ഥാനത്തിന്റെ സർവസജ്ജരായി ഉണ്ടായി. 2 മാസം മുന്നേ നീലഗിരിയിലെ മലയിടുക്കുകളിൽ ഈ പ്രസ്ഥാനത്തിന്റെ അഭിവന്ദ്യനായ നേതാവ് സുൽത്താനുൽ ഉലമ 5000-ഓളം വരുന്ന സാന്ത്വനം വളണ്ടിയർമാരെ നാടിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും മെഡിക്കൽ കാർഡുകളായും മെഡിക്കൽ കിറ്റുകളായും ഭക്ഷണ കിറ്റുകളായും മെഡിക്കൽ എക്യുപ്മെന്റ്സുകളായും മരുന്നുകളായും ഭക്ഷണങ്ങളായും കോടിക്കണക്കിന് രൂപയുടെ സഹായ സഹകരണ പ്രവർത്തനങ്ങൾ നാടുനീളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ റമദാനിൽ മാത്രം യൂണിറ്റുകളുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ കണക്കെടുത്താൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ മനുഷ്യരിൽ നിന്ന് സ്വീകരിച്ച സുമനസ്കരായ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച നാണയത്തുട്ടുകൾ സ്വരൂപിച്ചെടുത്ത് അന്നത്തിന് വകയില്ലാതെ അബലരായി നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അവരുടെ കണ്ണീരുകൾ കൈലേസായി തുടച്ചു നിൽക്കുന്ന അവർക്ക് നെടുവീർപ്പിന് അവസരം നൽകുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ റമദാനിൽ മാത്രം SYSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിന്റെ മലയോര പ്രദേശങ്ങളിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒറ്റരാത്രി കൊണ്ട് 450ഓളം വരുന്ന കുടുംബത്തെ ആകമാനം തകർത്തെറിഞ്ഞ ദുരന്തം ഉണ്ടായപ്പോ ആ ദുരന്തത്തിലെ അവസാനത്തെ മനുഷ്യനെയും സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നതുവരെ അവിടെ സർവസജ്ജരായി തന്മയത്വത്തോടുകൂടെ നിലയുറപ്പിച്ച വിഭാഗം ഉണ്ടായിരുന്നു. അത് മറ്റ് പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് SYS ആണ് എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടുകൂടെ പറയാൻ പറ്റും. രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും അതുപോലുള്ള മനുഷ്യത്വ പ്രവർത്തനം നടത്തുന്ന എമ്പാടും പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സാന്ത്വനം എന്ന സുന്ദരമായ വാക്കിന് സമാനമായ അർത്ഥം കേരളത്തിന്റെ മലയാളി ഡിക്ഷണറിയിൽ പരതി നോക്കിയാൽ കിട്ടാത്തതാണ് SYS എന്ന്. SYS ആണോ അത് സാന്ത്വനമാണ്, സാന്ത്വനമാണോ അത് SYS ആണ് എന്ന് ഒറ്റപ്പദത്തിന് മറ്റൊരർത്ഥം കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ കേരളത്തിന്റെ മലയാളി മനസ്സുകളിൽ ആർക്കും തിരുത്തി എഴുതാൻ പറ്റാത്ത സ്വാധീനം ഈ സാന്ത്വന പ്രവർത്തനങ്ങളെ കൊണ്ട് SYS ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ ദുരിതങ്ങൾക്ക് മുന്നെയായി കവളപ്പാറയിലും പുത്തുമലയിലും ഒറ്റ രാത്രി കൊണ്ട് 100 കണക്കിന് മനുഷ്യരെ മിസ്കീന്മാരാക്കി മാറ്റിയെടുത്തപ്പോൾ പറമ്പുകളും റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളും തേയിലത്തോട്ടങ്ങളും
വമ്പൻ മുതലാളിമാരെ ഒറ്റ രാത്രി കൊണ്ട് ഫക്കീറുമാരാക്കി മാറ്റിയ, കിടന്നുറങ്ങാൻ ചെറ്റക്കുടിലില്ലാതെ, ഉടുത്തണിയാൻ ഒരു കഷ്ണം തുണിയില്ലാതെ, വയറ് നിറക്കാൻ ഒരു അന്നത്തിന്റെ അംശം പോലും ഇല്ലാതെ, തൊണ്ട നിറക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നിസ്സഹായരായി പോയി. അവരുടെ കൈകളിലേക്ക് പണം വേണോ പണമിത, വെള്ളം വേണോ വെള്ളമിത, ഉടയാടകൾ വേണോ ഉടയാട ഇത, വീട് വേണോ നിങ്ങൾക്ക് വീട് വെച്ചു തരാം എന്ന് വാക്കുകൊണ്ട് കസർത്ത് പറയുകയായിരുന്നില്ല. കേരളത്തിന്റെ മലയാളികൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്ന ഈ സംഘടനയുടെ മാതൃപ്രസ്ഥാനവും SYSും ചേർന്ന് ഇന്നും കവളപ്പാറയിൽ വീടിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ ഞാൻ നേരത്തെ ഉറപ്പെടുത്തിയതുപോലെ പല സംഘടനകളും ഭക്ഷണമായും കിറ്റായും ഒക്കെ അവിടെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, സേവന പ്രവർത്തനം നടത്തിയിരുന്നു. ആരും നിഷേധിക്കുന്നില്ല. അവിടങ്ങളിലേക്ക് സംസ്ഥാന നേതൃത്വം പോവുകയും നിരാലംബരായ നിസ്സഹായരായ മനുഷ്യ സഹോദരങ്ങൾ, അതിൽ മതമില്ല, ജാതിയില്ല, സംഘടനകളില്ല, അതിർവരമ്പുകളില്ല, മനുഷ്യനായി പിറന്നുപോയി ഒറ്റ രാത്രി കൊണ്ട് ആരുമില്ലാതെ കൈമലർത്തേണ്ടി വരുന്ന ആ പാവങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചവർക്കൊരു കവർ നൽകി. അവർ ആ കവർ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലരും ഭക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്, ഉടയാടകൾ നൽകിയിട്ടുണ്ട്, ചെമ്പുപാത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അവശ്യ സാധനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്ന് സ്വതന്ത്രമായി അല്പമെങ്കിലും മാറി നിന്ന് ഒന്ന് ആശ്വാസത്തിന്റെ നെടുവീർപ്പിടാൻ അവരുടെ കയ്യിൽ 5 കാശ് ഉണ്ടായിരുന്നില്ല. ആ കാശ് അവർക്ക് കിട്ടണമായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ക്യാഷ് കൊടുത്തില്ല. SYSന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം അവരിലേക്ക് പോയിട്ട് അവർക്കൊരു കവർ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ മധ്യവയസ്കനായ നല്ല ഇസ്സത്തോടുകൂടെ ജീവിച്ച് മാന്യമായി ജീവിക്കുന്ന ഒരു മധ്യവയസ്കനടുത്തേക്ക് വന്ന് ചോദിച്ചു, സർ, ഉസ്താദ്, ഇതിൽ 500 രൂപയെങ്കിലും ഉണ്ടാകുമല്ലേ എന്ന്. 500 രൂപയായിരുന്നില്ല, 500 രൂപയുടെ 20 എണ്ണങ്ങൾ അതിലുണ്ടായിരുന്നു. 10,000 രൂപയുടെ കെട്ടുകളാണ് അവർക്ക് ആദ്യ ആശ്വാസമായി കവളപ്പാറയിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം വിതരണം ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സായാഹ്നത്തിൽ നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ താല്പര്യം മനസ്സിലായിട്ടുണ്ട്. സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. ആർക്കും താല്പര്യമുള്ള വിഷയമാണ് സാന്ത്വന പ്രവർത്തനം. ആരാണ് നമ്മെ ഈ സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് താല്പര്യപ്പെടുത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നേരത്തെ അഭിവന്ദരായ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ, കല്ലറക്കൽ തങ്ങൾ ഇവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു ഭൂമി പ്രതലത്തിൽ നിന്ന് 1500 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഹിറാ ഗുഹയുടെ ഉച്ചിയിൽ, ജബലുന്നൂർ പർവ്വതത്തിന്റെ ഉച്ചിയിൽ, ഹിറാ ഗുഹയുടെ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ അവിടെ ആരാധനാ നിർഭരനായി കഴിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഖ്റഇന്റെ സന്ദേശം ഓതിക്കൊടുത്ത് അവിടുന്ന് ഭയവിഹ്വലനായി പേടിച്ചു വിറച്ച് തന്റെ സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് ഓടിക്കിതച്ചു വന്ന് സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ കണികയിലേക്ക് എത്തിയപ്പോൾ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ 25ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വീകരിച്ച 40 വയസ്സുകാരിയായ മക്കയിലെ ഉന്നത ഗോത്രത്തിന്റെ പിറന്ന സമ്പന്നയായ കച്ചവടക്കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹ പിന്നീട് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. റസൂലുള്ളാഹിയെ ചുമലോട് നെഞ്ചോട് ചേർത്ത് വെച്ച് മുത്തായ ഹബീബിന്റെ തലയെടുത്ത് തന്റെ ശിരസിൽ കാലിൽ വെച്ച് തുടയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ തഴുകിത്തലോടിയിട്ട് സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകൾ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളായ മുസ്ലിം ഗ്രന്ഥത്തിലും നിവേദനം ചെയ്യുന്നുണ്ട്. ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഖിറു ദൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. എന്തോ ഒരു അത്ഭുതപ്പെടുന്ന വാചകങ്ങൾ.
40 വയസ്സുവരെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, തെരുവോരങ്ങളിൽ, നടവരമ്പുകളിൽ റസൂലുള്ളാഹിയുടെ പാദം പതിയാത്ത ഒറ്റ തെരുമണ്ണ് പോലും മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത്രമാത്രം സോഷ്യൽ ആക്ടിവിസത്തിന്റെ ഉജ്ജ്വലമായ പാതകൾ ലോകത്തിന് വെട്ടിത്തെളിയിച്ചു കൊടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹിയെ തഴുകി തലോടിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മഹത്വമൊക്കെ പറയുന്നതിന് മുന്നേ പറയുന്നുണ്ട്, കല്ല വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ. അറബികൾ പൊതുവെ പറയുമ്പോൾ സത്യമിട്ട് പറയുന്നതിൽ ചില അടിസ്ഥാനങ്ങളുണ്ട്. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാചകങ്ങൾ ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, കല്ല വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ. നിങ്ങളെ പടച്ചോൻ കൈവടിയൂല, നിങ്ങളെ പടച്ചോൻ കൈവടിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല, പരിഭ്രാന്തരാവേണ്ടതില്ല. കാരണം ഇന്നക ലതസിലു റഹ്മ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. കുടുംബത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടറിഞ്ഞ് അവർക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും കൂടുതൽ നല്ല കുടുംബ സ്നേഹിയാണ് നിങ്ങൾ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും നിങ്ങൾ, അവിടെ രമ്യതയിൽ എത്തിക്കും നിങ്ങൾ. സുൽഹിന്റെ സുന്ദരമായ മാതൃകകൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കല്ല വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ വതക്സിബുൽ മഅദൂമ. ബിരുദവും ബിരുദാനന്ദ ബിരുദവും എടുത്ത 10,000-കണക്കിന് അല്ല ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ത്യയുടെ തെരുവീതികളിൽ തൊഴിലില്ലാതെ ജീവിക്കുമ്പോൾ, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ലക്ഷക്കണക്കായ യുവാക്കൾ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ജീവിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിന് കാണിച്ചു കൊടുത്ത തൊഴിൽ ദാന സംവിധാനമുണ്ട്. അത് റസൂലുള്ളാഹി ഒരു പ്രസ്ഥാനമായിട്ട് ചെയ്തതല്ല. ഒറ്റക്ക് മദീനയുടെ തെരുവോരങ്ങളിൽ തൊഴിലില്ലാത്ത ജനങ്ങളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ കൊടുത്ത് ഏറ്റവും നല്ല ഉന്നതങ്ങളായ മെയിൻ സ്ട്രീമിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വതക്സിബുൽ മഅദൂമ, തൊഴിൽ രഹിതർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല തൊഴിൽ ദാതാവായിരുന്നു നിങ്ങളെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. വതുഖിറുൽ ലൈഫ, അതിഥി സൽക്കാരത്തിന് ഇത്രമേൽ കേളി കേട്ട് വേറെ ഒരാളും നിങ്ങളായിട്ട് വേറെ ഇല്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നാട്ടിൻ പുറത്തൊരു സഹോദരൻ പള്ളിയുടെ ഉമ്മറത്ത് ഫക്കീറായി യാത്രക്കാരനായി വന്നിരുന്നു പോയാൽ ആ സഹോദരനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവനെ വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംസ്കാരമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. അതിഥി സൽക്കാരത്തിന് ലോകത്ത് ഇത്രമാത്രം മഹത്വം കൽപ്പിച്ചൊരു പ്രസ്ഥാനം വിശുദ്ധ ഇസ്ലാം അല്ലാതെ വേറെയില്ല എന്നാണ്. അതിഥി ബസ് ഇറങ്ങി റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ അതിഥിയെ കൂട്ടിക്കൊണ്ടുപോവാൻ ആതിഥനായ വീട്ടുകാരൻ അങ്ങോട്ട് പോകണം എന്നാണ്. അവനെ സൽക്കരിച്ച് വീട്ടിൽ കൊണ്ടുവരണം. എന്നിട്ട് അവനെ ഇരിക്കാനുള്ള സംവിധാനങ്ങളും കസേരകളും സോഫകളും നേരത്തെ റെഡിയാക്കി വെക്കണം. അവനക്ക് ആവശ്യമായി ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ നൽകണം. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത് വേണമെങ്കിൽ അവനക്ക് 3 ദിവസം ആതിഥ്യ മര്യാദയായി അവന്റെ വീട്ടിൽ അവനക്ക് താമസിക്കാൻ പറ്റും. അതിഥിയെ മാന്യമായി സൽക്കരിച്ച് അവനക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകി അവനക്ക് കിടപ്പറയൊരുക്കി അവന്റെ വീട്ടിൽ പോകുന്നതുവരെ കണ്ണെത്തും ദൂരത്തോളം അവനെ പിന്തുടർന്ന് അവനെ യാത്രയാക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം ആതിഥ്യ മര്യാദയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം ആതിഥ്യം മര്യാദ ലോകത്തോട്
ലോകത്തോട് പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ഏറ്റവും നല്ല അതിഥി സൽക്കാര പ്രിയനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വതുഈനു അലാ നവായിബിൽ ഹഖ്, സത്യത്തിന്റെ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതിലെല്ലാം തങ്ങൾ ഇടപെടലുകൾ. 1500 വർഷങ്ങൾക്ക് മുന്നേ ലോകം ഇത്രയൊന്നും പരിഷ്കരിച്ചിട്ടില്ലാത്ത അന്നത്തെ കാട്ടറബികളുടെ നാട്ടിൽ ഏറ്റവും നല്ല സോഷ്യൽ ആക്ടിവിസ്റ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലം ഇന്നും വായിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തിട്ടുള്ള ആ പ്രവർത്തനങ്ങളുടെ സന്ദേശങ്ങളാണ് ഈ സായാഹ്നത്തിൽ നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വെക്കുന്നുണ്ട്, യുദ്ധഭൂമിയിൽ ശത്രുവിനോട് കഠിന പോരാട്ടം നടത്തി രണഭൂവിൽ രക്തമൊലിപ്പിച്ച് പിടഞ്ഞു മരിച്ചുപോയ രക്തസാക്ഷികളെ നിങ്ങൾ ഓർമ്മയില്ലേ? ആ രക്തസാക്ഷികളുടെ പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ വ്യക്തമായും പറയുന്നുണ്ട്. വലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത, ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഹുനൈനിയുടെ, ഖൈബറിന്റെ, തബൂക്കിന്റെ രണാങ്കളങ്ങളിൽ പിടഞ്ഞു വീണ് മരിച്ചുപോയ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം നടത്തിയ രക്തസാക്ഷികളെ കുറിച്ച് മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇന്ദ റബ്ബിഹിം, പടച്ചവന്റെ അടുക്കൽ, യുർസഖൂൻ, സുഭിക്ഷമായി ആഹരിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് രക്തസാക്ഷികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയുന്നു. ആ ഖുർആൻ പറയുന്ന രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ ഒരു സ്വയം ബോംബായാൽ എന്നല്ല, നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ച് നിങ്ങൾ മനുഷ്യ ബോംബായി തീർന്നാൽ എന്നല്ല, നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കിയാൽ എന്നല്ല, നിങ്ങൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ എന്നല്ല, നിങ്ങൾ രാഷ്ട്രത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എന്നല്ല, നിങ്ങൾ MDMA കൊണ്ടുവന്ന് പലർക്കും വിതരണം ചെയ്താൽ എന്നല്ല. റസൂലുള്ളാഹി പറയുന്നു, അസ്സായി അലൽ അർമിലത്തി വൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി. മസാക്കീൻ, മിസ്കീൻ എന്നാണ് അതിന്റെ അർത്ഥം. മിസ്കീന്മാർക്ക് വേണ്ടി. അർമിലത്ത് എന്ന് പറഞ്ഞാൽ വിധവകൾക്ക് വേണ്ടി. ഭാര്യ, ഭർത്താവ് മരണപ്പെടുകയോ ഡൈവോഴ്സ് ചെയ്യപ്പെടുകയോ ചെയ്ത് ഒറ്റയായ ജീവിതം നയിക്കുന്ന വിധവയായ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നം നടത്തിയാൽ, അസ്സായി അലൽ അർമിലത്തി വൽ മസാകീൻ, പാവപ്പെട്ടവന് വേണ്ടിയും വിധവകൾക്ക് വേണ്ടിയും നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രതിഫലം കൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തിയ വിശുദ്ധരായ പോരാളികളുടെ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന്. വിശുദ്ധരായ ധർമ്മസമര പോരാളികളുടെ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായി പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലോകത്തോട് വിശദീകരിക്കുന്നു, ഏറ്റവും നല്ലത് സാന്ത്വന പ്രവർത്തനമാണ് എന്ന്. നമ്മുടെ ഈ സ്റ്റേജിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സാന്ത്വന പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ സാന്ത്വന കേന്ദ്രം, ഇത് പാവപ്പെട്ടവന് ഉപകാരപ്പെടാനുള്ളതാണ്, രോഗികൾക്ക് ആശ്വാസമാവാനുള്ളതാണ്, മനുഷ്യർക്ക് ആശ്രയിക്കാനുള്ളതാണ്. എങ്കിൽ ആ സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളേവരും സാന്ത്വന പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന് ഉറപ്പെടുത്തി എല്ലാവിധ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വേദിയിൽ ആദരവ് ചടങ്ങ് ആരംഭിക്കുകയാണ്. ചെണ്ടയാട് പ്രദേശത്തിന്റെ ആത്മീയ വെളിച്ചം നമ്മുടെ എല്ലാമായ അഭിവന്ദ്യരായ KM ചെണ്ടയാട് മൂസ ഉസ്താദ് അവറുകളെ ഈ നാടിന്റെ ആദരവ് നൽകി ഈ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടന ചടങ്ങിൽ സന്തോഷപൂർവ്വം നമ്മളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അഭിവന്ദ്യരായ സയ്യിദ് ശിഹാബുദ്ദീൻ ഐദ്രൂസി കല്ലറക്കൽ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ പൗരാവലി ബഹുമാനപ്പെട്ട മൂസ ഉസ്താദിനെ ആദരിക്കുകയാണ്. മൂസ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അനുജന്മാർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജി തിരുവാൽ, CA മൊയ്തു ഹാജി കൂറ്റേരി, മഹ്മൂദ് ഹാജി കൂറ്റേരി
എന്നിവർ സദസ്സിലുണ്ട്. ഈ മഹത്തായ സദസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി 3 ആളുകളെയും ബഹുമാനപ്പെട്ട നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പൗരാവലി തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മഹാനവറുകളെ ആദരിക്കുകയാണ്. മഹ്മൂദ് അജ്ക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ ആശംസ അറിയിക്കുന്നു സയ്യിദ് ഹുസൈൻ തങ്ങൾ ആദരവോടെ ക്ഷണിക്കുന്നു. എൻ്റെ ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കല്ലറക്കൽ തങ്ങൾ, നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തിയ റഷീദ് സഖാഫി ഉസ്താദ്, എൻ്റെ വേദിയിൽ ഉപദേഷ്ടായ നേതാക്കന്മാർ, സ്വാന്തന പ്രവർത്തനത്തിൻ്റെ ഭാരവാഹികളെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാർ, ഈ വിലപ്പെട്ട സമയം ഞാൻ കൂടുതലായിട്ട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ സാന്ത്വന കേന്ദ്രം നമുക്ക് വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്തു തന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും അതുപോലെ നാട്ടിന് പുറത്തുമുള്ള വളരെ പാവപ്പെട്ട ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയും അതുപോലെ കിടപ്പു രോഗികൾക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളും അതുപോലെ വേണ്ടുന്ന സഹായ സഹകരണമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സാന്ത്വന കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പല രോഗികളും വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിലുണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടി വലിയൊരു തണലായിക്കൊണ്ട് തന്നെ നമ്മുടെ ഓരോ യൂണിറ്റിലും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ വീൽ ചെയർ തുടങ്ങിയത് മുതൽ എക്യുപ്മെൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള വാട്ടർ ബെഡ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിൽ ലഭ്യമാണ്. മതമില്ലാതെ മനുഷ്യന്മാർക്ക് വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടോ അവർക്കൊക്കെ ഈ വർഷത്തിൽ തന്നെ ഭക്ഷണ കിറ്റുകളായും മറ്റുള്ള ക്യാഷുകളായും അവരുടെ വീടുകളിലേക്ക് സ്വാതന്ത്ര്യ പ്രവർത്തകന്മാർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത് എന്ന് വീട്ടിൽ ചെന്ന് അന്വേഷിച്ച്
അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിത്യം രോഗികൾ വർദ്ധിക്കുന്നിടത്ത് പോലും നമ്മുടെ ഈ സാന്ത്വന പ്രവർത്തനം ഒരുപാട് ഉപകാരപ്രദമായിട്ട് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ്, ഈ ഒരാഴ്ച കാലമായിട്ട് എന്നെ മോന്താൽ ഭാഗത്തു നിന്നൊക്കെ വാട്ടർ ബെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാനൂർ മേഖലകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാട്ടർ ബെഡ് കിട്ടാനുണ്ടെന്ന് ചോദിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് കടവത്തൂർ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു അവർ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തന്ന ആരോഗ്യവും വെച്ചുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് എല്ലാവരും മുമ്പോട്ട് വന്ന് മുൻകൈയെടുത്ത് അത് ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു KP രാമചന്ദ്രൻ മാസ്റ്റർ. സ്നേഹപൂർവ്വം സ്വാഗതം. ഏറെ ആരാധ്യനും ബഹുമാന്യനുമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനപ്പെട്ട കല്ലറക്കൽ തങ്ങൾ, TP മുസ്തഫ ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ, വളരെയേറെ ചാരിതാർത്ഥ്യമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് ചിട്ടയായ ഒരു ക്രമം, ആ ക്രമം നിശ്ചയിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവശതയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. വിശക്കുന്നവന്റെ മുന്നിൽ ഭക്ഷണവുമായി ചെല്ലുന്നവനാണ് ദൈവമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്നവരുടെ മുന്നിൽ മരുന്നുമായി ചെല്ലുന്ന ആളുകൾ തന്നെയാണ് ദൈവം. അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങായി നിൽക്കാൻ കഴിയുന്നവനാണ് ദൈവം. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മഹത്തായ ദൈവികമായ പ്രവർത്തനമാണ് SYS നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് കേവലം പ്രകടനപരതയല്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ സേവന പ്രവർത്തനം നടക്കുമ്പോൾ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉള്ള പ്രവർത്തനമായി പലതും മാറാറുണ്ട്. ചിലത് ദുരന്ത ഭൂമികളിൽ നിന്ന് ക്യാമറകൾ അല്ലെ മാധ്യമങ്ങൾ പടിയിറങ്ങുന്നതോടുകൂടി അത്തരത്തിലുള്ള ആളുകളും പടിയിറങ്ങിപ്പോകും. പക്ഷേ SYS അങ്ങനെയല്ല. ദുരന്ത ഭൂമിയിൽ നിന്ന് എല്ലാവരും മടങ്ങിക്കഴിഞ്ഞാലും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, ഞങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം പടിയിറങ്ങുന്നവരാണ് SYS എന്നുള്ളത് കേരളത്തിൽ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്.
ആ രീതിയിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം നടത്തുന്ന SYS ഈ വരപ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറെ കാലമായി സാന്ത്വന പ്രവർത്തനം നടത്തുന്നു. നേരത്തെ പറഞ്ഞു വരയത്ത് അലീക്ക അന്ന് ഉദ്ഘാടനം ചെയ്ത അലീക്കയുമായിട്ടൊക്കെ ഏറെ ആത്മബന്ധമുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം. കനോത്ത് മൊയ്തു ഹാജി, അതുപോലെ തന്നെ അലീക്ക, ആ കുടുംബവുമായൊക്കെ നല്ല ഒരു ബന്ധം പുലർത്തിയ കുടുംബത്തിൽ നിന്നാണ് ഞാനും വരുന്നത്. തീർച്ചയായും അന്ന് തുടക്കം കുറിച്ച പ്രവർത്തനങ്ങൾ ഒട്ടും മങ്ങലേൽക്കാതെ കൂടുതൽ തിളക്കത്തോടുകൂടി നടന്നു വരുന്നുണ്ട് എന്ന് കാണുന്നതിൽ അതീവ സന്തോഷമുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളവരെ കണ്ടെത്തി അത് ഏറ്റവും അത്യാവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും ശ്രമകരമായ ദൗത്യമാണ്. ഞങ്ങളിപ്പോൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ SYSന്റെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സാന്ത്വന പ്രവർത്തനങ്ങളുമായി ഓടുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിന്നിട്ടുള്ളത്. ഒരു വാഹനങ്ങൾ അതിൽ സാന്ത്വന പരിചരണം നൽകാൻ ആവശ്യമായിട്ടുള്ള വോളണ്ടിയർമാർ, അവരൊക്കെ നമ്മുടെ പാനൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ദൈനംദിനം കേവലം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതൊരു തപസ്യയായി ഏറ്റെടുത്തുകൊണ്ട് ദൈനംദിനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതൊക്കെ ഇങ്ങനെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുവാനുള്ള എല്ലാ ആശംസകളും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇത് തന്നെയാണ് മാതൃക. സമൂഹം ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അത് തുടർന്നു പോവുക എന്നുള്ളത് ഏറ്റവും കരണീയമായ വസ്തുതയാണ്. ലോകത്ത് ഏറ്റവും ആളുകൾക്ക് താങ്ങായി നിൽക്കാൻ സാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് സഹായമായി ചെല്ലാൻ സാധിക്കുമ്പോഴാണ് നമ്മളിൽ മനുഷ്യത്വം ഉണ്ടാവുന്നത്. രൂപം കൊണ്ട് മാത്രമല്ലല്ലോ നമ്മളൊക്കെ മനുഷ്യരാവേണ്ടത്, നമ്മുടെ പ്രവർത്തനത്തിലൂടെ മനുഷ്യനാവാൻ സാധിക്കണമല്ലോ. അതുകൊണ്ടാണ് മഹാനായ കവി അക്കിത്തം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് പാടിയത്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് പറഞ്ഞത്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവഴിക്കാൻ സാധിക്കുക. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ കേവലം ചിരിയല്ല. ഒരു പുഞ്ചിരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരിൽ സഹായവുമായി നമ്മൾ കടന്നു ചെല്ലുക. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണവുമായി, മരുന്നില്ലാത്തവന് മരുന്നുമായി, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടവുമായി നമ്മൾ കടന്നു വരും. അതാണ് പുഞ്ചിരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ എന്ന് പറയുമ്പോൾ ഒരു കണ്ണീർ കണം എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ പ്രയാസത്തിൽ കരഞ്ഞിരിക്കുക എന്നുള്ളതല്ല. അവന്റെ സങ്കടം എൻ്റെ സങ്കടമാണ് എന്ന് മനസ്സിലാക്കി ആ സങ്കടത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളാൽ കഴിയാവുന്ന എല്ലാ സഹായവും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. SYSന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ സാന്ത്വന കേന്ദ്രത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഞ്ജീവൻ മാസ്റ്റർ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രോജ്വലമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ PC ഖാദർ ഹാജി, അതുപോലെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കല്ലറക്കൽ തങ്ങൾ ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന TP മുസ്തഫ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ ചെണ്ടയാടിൻ്റെ ഹൃദയഭാഗമായ വരപ്രയിൽ ഏറ്റവും നല്ല ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചതിൽ ആദ്യം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായല്ല, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണെന്ന് പറയാൻ പറ്റില്ല.
നമ്മൾ പത്രം വായിക്കുന്നവർക്കറിയാം, നിര്യാതനായി എന്നുള്ള കോളം നോക്കിയാൽ അറിയാം, ഇന്ന് ചരമമടയുന്നവർ മുഴുവനും ചെറുപ്പക്കാരാണ്. പലരും പറയാറുണ്ട്, എന്തു പറയാനാണെന്ന്, എന്ത് ചെയ്യാനാണെന്ന് പറയുന്നത്. പക്ഷേ രോഗത്തിൻ്റെ ഗൗരവം ചിലപ്പോൾ നമ്മളൊക്കെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്, അത് വേണ്ട രീതിയിൽ പരിചരണം നൽകാത്തത് കൊണ്ടാണ് ചിലപ്പോൾ മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ നാട്ടിൽ ഒരു രോഗി വളരെ അത്യാസന്ന ഘട്ടത്തിൽ അവിടെ കിടക്കുന്ന സമയത്ത് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, SYSൻ്റെ വളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ടാൽ അവർ നിമിഷം കൊണ്ട് അവിടെ ഓടിയെത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും എന്ന് പറഞ്ഞപ്പോൾ ഫോൺ നമ്പർ കിട്ടുകയും വിളിച്ച് നിമിഷം കൊണ്ട് അവിടെ എത്തുകയും ആ രോഗിക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, ആശ്വാസ വചനങ്ങൾ നൽകിക്കൊണ്ട് ആ രോഗിക്ക് ഏറെ കാലം വീണ്ടും ആ രോഗത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിൽ പലരും പല പ്രയാസങ്ങളുണ്ടെങ്കിലും അവരവർ മറ്റുള്ളവരോട് പറയൂല. എന്താണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചിലർ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കണം. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, പാനൂരിലുള്ള ഒരാളെ പറ്റിയിട്ട്. അദ്ദേഹം വർഷങ്ങളായി ഗൾഫിലായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. നാട്ടിലെത്തി. ശരിക്കും അദ്ദേഹം രോഗാവസ്ഥയിലെത്തി. പക്ഷേ അത് പൊതുസമൂഹത്തെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തൊട്ടടുത്ത കടക്കാരൻ പറഞ്ഞു. ആ കടക്കാരൻ്റെ വാക്ക് കേട്ടുകൊണ്ട് സന്നദ്ധ സേന SYS അവിടെ ഓടിയെത്തുകയും അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു. ഇതൊരു മാതൃകാ പ്രവർത്തനമാണ്. അത്തരം മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന SYSനെ എത്ര തന്നെ പ്രകീർത്തിച്ചാലും മതി വരില്ല. അതേപോലെ തന്നെ രോഗം വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ സംവിധാനം ഏർപ്പെടുത്താനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വയനാട് ദുരന്തം നടന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആ പ്രദേശം മുഴുവനും ഏറെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അവിടെ എല്ലാ സംഘടനകളും മത്സരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്നും SYSന്റെ പ്രവർത്തനം അവിടെ നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ നിശബ്ദ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും ഇവിടെ യാതൊരു അതിർവരമ്പുമില്ലാതെ എല്ലാവരെയും സഹായിക്കുക എന്നുള്ള മനസ്സാണ് ഈ SYS ഈ സ്വാതന്ത്ര്യ സംരംഭം കൊണ്ട് നേടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേറെ ആശ്വാസത്തിന്റെ കൈത്തിരിയാണ് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് SYS നടത്തിവരുന്ന ഈ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട TP മുസ്തഫ സാഹിബ് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ആദരണീയനായിട്ടുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട PC ഖാദർ ഹാജിക്ക, പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെ വേദിയിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള രാമേന്ദ്ര മാഷ്, സഞ്ജീവ മാഷ്, പ്രസ്ഥാന ബന്ധുക്കളെ, സഹോദരി സഹോദരന്മാർ, ഏറെ ധന്യവും ചാരിതാർത്ഥജനകവുമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. SYSന്റെ 50-ാം വാർഷികം പിന്നിട്ട് സാമുദായിക നവോത്ഥാന മേഖലകളിൽ കനപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തന പാതയിൽ കേരളത്തിലെ സുന്നി സമൂഹത്തിന് നിവർന്നു നിൽക്കാനുള്ള ഒരു നട്ടെല്ലും ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശിരസും സംഭാവന ചെയ്ത മഹത്തായ ഒരു സംഘടന
കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നാം ഏറ്റെടുത്തിട്ടുള്ള സഹജീവ സ്നേഹവും സമർപ്പണവും അതന്വക്തമാക്കുന്ന ഒരു സ്വാതന്ത്ര്യ കേന്ദ്രം അതിവിടെ ആരംഭിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത ഇത് മറ്റുള്ളവർക്ക് ഉപകരിക്കൂ എന്നാണ്. ഇത് നാളെ എന്നെയും കാത്തിരിക്കുന്നതാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മളാരോ സമ്മതിക്കൂല, നമ്മളെ മനസ്സിലില്ല. പ്രാദേശികമായി നമ്മൾ നടത്തുന്ന ഈ സേവന പ്രവർത്തനങ്ങൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിതിനു വേണ്ടി ചെലവഴിക്കുന്നത് സമയമായാലും സമ്പത്തായാലും അതെനിക്ക് തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ജീവിതശൈലി രോഗത്തിൻ്റെയും ഇന്നത്തെ നമ്മുടെ ജീവിതക്രമത്തിൽ അനുഭവപ്പെട്ട സ്ട്രെസ്സിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം ഓരോ ദിവസവും രോഗികളായി മാറുന്നു എന്നല്ല, ആ ശീഘ്രഗതിയിലുള്ള രോഗത്തിൻ്റെ അവസ്ഥ നമ്മുടെ സാമ്പത്തിക സംവിധാനത്തെ അടക്കം തകിടം മറിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതൊരു സത്യം. ഞാൻ പലപ്പോഴും 10-20 കൊല്ലക്കാലം തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിലെ വിവിധ രോഗികളുമായിട്ട് പോകാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായി. അവിടെ നമുക്ക് തോന്നും നമ്മളുടെ ഈ വാശി, അതൊന്നും കൂടി നല്ല ഭാഷ പറഞ്ഞാൽ ദുർവാശി, പിടിവാശി, കീഴടങ്ങാത്ത ഞാൻ വിട്ടുതരില്ല എന്ന തോന്നൽ, അവിടെ ഒരു ടെസ്റ്റ് റിസൾട്ടിൻ്റെ ബലത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പനി വന്ന് പ്രാഥമികമായിട്ട് നമ്മൾ പുരുഷോത്തമൻ ഡോക്ടർക്ക് കാണിച്ചു, പ്രൈമറി മെഡിസിനായി നമുക്ക് തരുന്നത് നിങ്ങൾക്കറിയാം, അത് കഴിച്ചു. പനി രാത്രി കാലങ്ങളിൽ കൂടുന്നു, കുറയുന്നില്ല. പിന്നെ നമ്മളൊരു മേജർ ഹോസ്പിറ്റലിൽ പോയി, അവർ മെഡിസിൻ റിപ്പീറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞു ഒന്നുമില്ലാതെ നല്ല രീതിയിലുള്ള ഒരാളാണ്, ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നു ഇത് പോസിറ്റീവാണ്. കഴിഞ്ഞു, അവിടത്തേക്ക് നാം തീർന്നു. നമ്മുടേത് തീർന്നു അല്ല, മറ്റുള്ള എല്ലാവരുടേതും തീർന്നു. നല്ല 2 കുട്ടിയെ പ്രസവിച്ച് 3ാമത്തെ കുട്ടിക്ക് വേണ്ടുന്ന ഗർഭസ്ഥാവസ്ഥയിൽ നമ്മൾ ഇഞ്ചക്ഷനും പ്രതിരോധ മരുന്നുകളും എല്ലാം എടുത്തു. പ്രസവിച്ചതിന് ശേഷം ആ കുട്ടിക്ക് വന്നിട്ടുള്ള ജനിതകമായിട്ടുള്ള രോഗങ്ങൾ കാരണം ആ കുട്ടിയുടെ ഉമ്മ, ഉപ്പ, കുടുംബ കാര്യങ്ങളെല്ലാം ആരാരുമില്ലാതെ വീട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന ഒരു സത്യവും നാം മനസ്സിലാക്കണം. ഇതൊരു പ്രപഞ്ചത്തിൻ്റെ തുടർന്നുള്ള നീക്കങ്ങളാണ്. അള്ളാഹുവിൻ്റെ അപാരമായ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനുഭവിക്കാൻ വിധേയരായിട്ടുള്ളവർ എന്ന് പറഞ്ഞതിന് കീഴടങ്ങി കൊടുക്കലല്ല ഒരു മുസൽമാൻ്റെ ലക്ഷ്യം. അവിടെ എന്ത് വേണം നമുക്ക്? അവനക്ക് ഇഖ്ലാസ് വേണം. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ കീഴിലുള്ള സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള സംഘടനകളും കാര്യങ്ങളുമായി കഴിഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമർപ്പിതമായ ആത്മാർത്ഥത അനിവാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. ഒരു കഥയുണ്ട്, ഒരു സൂഫിസത്തിലൊരു കഥ. ആ കഥ എന്തെന്ന് ചോദിച്ചാൽ, ഒരു വലിയ തോട്ടത്തിൽ അനേകം ജീവനക്കാരനുണ്ട്. ഒരു ദിവസം മുതലാളി തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി. ഞാൻ ഇന്ന് എൻ്റെ തോട്ടം ഒന്ന് സന്ദർശിക്കട്ടെ. ഒരു തണുപ്പുള്ള പ്രഭാതത്തിൽ തോട്ടം സന്ദർശിക്കാൻ ഒറ്റക്ക് പോയ സമയത്ത് അവിടെ തോട്ടം നോക്കി നടത്തുന്നതായ ഭാര്യയും ഭർത്താവും അവിടെ ജോലിക്കാരായിട്ടുണ്ട്. ഈ ഭാര്യയെ കണ്ടപ്പോൾ ഈ മുതലാളിക്ക് തോന്നി ഇവളുമായിട്ടൊന്ന് സാഹസിക്കണമെന്ന്, സമ്പർക്കത്തിൽ എത്തിപ്പെടണമെന്ന് പറഞ്ഞ് ഇവരുടെ ഭർത്താവിനെ പറഞ്ഞു, നീ പോയിട്ട് ഇന്നേ ജോലി ചെയ്തിട്ട് വാ, അങ്ങാടിയിൽ പോയിട്ട് ഇത് ചെയ്തിട്ട് വാ, 1/2 മണിക്കൂർ 1 മണിക്കൂർ സമയം കൊണ്ട് തിരിച്ചു വരണമെന്ന്. ഭാര്യയോട് പറഞ്ഞു, നമുക്ക് അകത്തേക്ക് പോകുക, എല്ലാ വാതിലുകളും നീ അടക്ക്. എല്ലാ വാതിലുകളും അടച്ചോ എന്ന് ചോദിച്ച് തിരിച്ചു വന്നു. അവരോട് പറഞ്ഞു, എല്ലാ വാതിലുകളും ഞാൻ അടച്ചു, പക്ഷെ ഒരു വാതിൽ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിയില്ല, നിങ്ങൾ വിചാരിച്ചാലും കഴിയില്ല. എന്നിട്ട് ചോദിച്ചു, അതേതാണ് ആ വാതിൽ? അങ്ങനത്തെ ഒരു വാതിൽ? ആ ഒരു വാതിലുണ്ട്, അത് ഏതെന്ന് അറിയാമോ എനിക്ക്? അത് ഞാനും നിങ്ങളും പടച്ചവനും ഇടയിലുള്ള ഒരു വാതിലുണ്ട്, ആ വാതിൽ അടക്കാൻ നമുക്ക് കഴിയില്ല. അതൊരു നിദർശനമാണ്, അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ ആരും കാണൂല എന്ന് പറഞ്ഞു. അവിടെ പാതി
വിശ്വാസിയായിട്ടുള്ള ആ തോട്ടക്കാരൻ പൂർണ്ണ വിശ്വാസിയായി തിരിച്ചു പോകുന്നതാണ് കഥ. ഞാനിവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, അള്ളാഹു കാണുന്നു എന്ന് പറയുന്ന ആ വാതിൽ നമുക്ക് അടക്കാൻ കഴിയില്ല. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അന്യൻ്റെ കാലിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പുഴുക്കൾ നമുക്ക് പുഷ്പങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന് കൊടുക്കേണ്ട രക്തം അത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളുടെ കുട്ടികളുടെ ബർത്ത് ആനിവേഴ്സറിക്ക് നമ്മൾ പോകും. അത് നമുക്കൊരു ആവേശമായി. അവിടെ നമ്മളെ മുന്നിൽ നയിക്കുന്ന ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മുടെ മുന്നിൽ നയിക്കുന്ന ചാലക ശക്തി ഏതെന്ന് ചോദിച്ചാൽ, അള്ളാഹു കാണുന്നുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചിട്ട്, അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു നിമിത്തവും നിയോഗവുമാണ് ഇത് എന്ന ഒരു തോന്നൽ, അതാണ് എൻ്റെ സഹപ്രവർത്തകന്മാരുടെ മനസ്സിലാദ്യം ഉണ്ടാകേണ്ടത്. അതിനപ്പുറമുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ ആ കാല് വാസനിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ആ രക്തം അനിവാര്യമാണോ എന്നൊരു തോന്നൽ നമുക്ക് വരും, നമ്മളവിടെ പരാജയപ്പെടും. ഒരാളെ പെട്ടെന്ന് എടുത്തുകൊണ്ട് രക്തം വാർന്ന് മരിക്കുന്നവരെത്രയോ ഉണ്ടല്ലോ റോഡ് സൈഡിൽ അപകടം പെട്ടിട്ട്. അതേ ആൾക്കാർ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ റിലീഫിൻ്റെ പേരും പറഞ്ഞ് ഫോട്ടോന് ഫോക്കസ് ചെയ്യുന്ന അതേ ആൾക്കാർ സ്വന്തം മുന്നിൽ ആക്സിഡൻറ്റിൽ രക്തം വാർന്ന് കിടക്കുന്ന സഹോദരനെ എടുത്തു കൊണ്ടുപോകാനുള്ള മനസ്സ് അന്ന് അവനക്കില്ലാതെ പോകുന്നത് ഇന്നലെ ആവേശം കാണിച്ചത് ഫോട്ടത്തിനാണ്, അള്ളാഹുവിനല്ല. ഇന്ന് തോന്നാത്തത് എന്താണ്? അവിടെ ക്യാമറാമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ ഞാൻ പറയുന്നു, നമ്മളെ സഹായിക്കാൻ പലരും വരും. സ്റ്റിംസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ ബിരിയാണി ചാലഞ്ച് ലക്ഷ്യമിട്ടത് 1 കോടി രൂപയായിരുന്നു. കിട്ടിയത് 1,40,00,000 രൂപയാണ്. അതുകൂടാതെ നമ്മളെ വിളക്കോട്ടൂരിലെ അത്തോളി വാസുവേട്ടൻ ഈ കാര്യം കണ്ടതിന്റെ പേരിൽ സ്റ്റിംസ് കേന്ദ്രത്തിൽ വന്നിട്ട് 50 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വാസുവേട്ടൻ പറയുന്നു, ഇത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നടക്കുന്ന ഡയാലിസിസ് സെന്ററിന് ഈ പൈസ നിങ്ങൾ ഉപയോഗിക്കണം, എനിക്കൊരു ഡയാലിസിസ് സെന്റർ പൂർണ്ണമായും തുടങ്ങാൻ കഴിയില്ല, നിങ്ങളിത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് വാസുവേട്ടൻ്റെ പിന്നിൽ ആ നയിച്ച ഘടകം ഏതെന്ന് ചോദിച്ചാൽ, അള്ളാഹു കാണുന്നുണ്ട്, എൻ്റെ പൈസ പടച്ചോൻ കാണുന്നുണ്ട്. ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നാളെ ആൻസറബിൾ ആണ്, ഉത്തരം പറയേണ്ടവനാണ് എന്ന ബോധ്യം വാസുവേട്ടൻ്റെ മനസ്സിൽ വന്നപ്പോൾ 500 അല്ല, 5000 അല്ല, 5 ലക്ഷമല്ല, 50 ലക്ഷം രൂപ തരാൻ 5 നിമിഷം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇത് സമൂഹത്തിന്റെ പൊതുവെയുള്ളൊരവസ്ഥയാണ്, നാടിന്റെ പൊതുവെയുള്ളൊരവസ്ഥയാണ്. പക്ഷേ മത്സര സ്വഭാവത്തിൽ നമ്മൾ പ്രവർത്തിക്കണമേത് അന്യന്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. പശുവിനെ കറക്കുന്നവന്റെ നഖം മുറിച്ച് രാഗി മിനുസപ്പെടുത്തണമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിച്ചിട്ടുള്ളത്. കാരണം അതിന്റെ അകിടൊരിക്കലും വേദനിക്കാൻ പാടില്ല. യതീമിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികളെ താലോലിക്കരുത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അനാഥ കുട്ടി ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. അത് പ്രത്യക്ഷത്തിൽ പോരാ, നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരു പ്ലഡ്ജായി, ഒരു പ്രതിജ്ഞയായി നമ്മൾ കീപ്പപ്പ് ചെയ്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നാട്ടിലെ അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ദുഃഖത്തിലായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ ഒരു താങ്ങായി, ഒരു തണലായി നിൽക്കാൻ നാളെ നമുക്ക് കഴിയട്ടെ. ഈ സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ സദസ്സിൽ ബഹുമാനപ്പെട്ട മൂസ ഉസ്താദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ദീനീപരമായ പ്രവർത്തനങ്ങളുടെ പേരിൽ വളരെ കാലം ഈ മഹല്ലിലും ഇതിനടുത്ത മഹല്ലിലും സേവനം ചെയ്തു എന്നതിൻ്റെ പേരിൽ എന്നെ ആദരിക്കണമെന്ന് ഇവിടെ ചില സുഹൃത്തുക്കൾക്ക് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആദരവ് പ്രതീക്ഷിച്ചതല്ല, ആഗ്രഹിച്ചതുമല്ല. പക്ഷേ നാട്ടുകാരായ നിങ്ങൾക്ക്, പ്രത്യേകിച്ചും SSFൻ്റെ സ്വാതന്ത്ര്യ പ്രവർത്തകന്മാർക്ക് ഇങ്ങനെയൊന്ന് വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് വഴിപ്പെടാനേ നിവൃത്തിയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇറക്കിയ നോട്ടീസിലും പ്രസംഗത്തിലൊക്കെ
ഞാൻ നിരവധി കാലം ദീനിന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേണ്ടതുപോലെ പ്രവർത്തിച്ചു എന്നെനിക്ക് വിശ്വാസമില്ല. എന്നാലും പല ഘട്ടങ്ങളിലും ദീനീപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങൾ പ്രകാരം ജനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി കഴിവതും ശ്രമിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതിലപ്പുറം ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് തന്ന സ്വീകരണത്തിനും ആദരവിനും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ പ്രവർത്തനത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു നല്ല സാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ, സ്വർഗം കണ്ട് മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആരംഭ റസൂലിൻ്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സന്താനങ്ങളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളാക്കി അല്ലാഹു തആല വളർത്തട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് നൽകിയ ഈ ആദരവിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. SYS ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി നവാസ് കൂരാറ സംസാരിക്കും. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുൽ ഖാദർ ഹാജി, PC അബ്ദുൽ ഖാദർ ഹാജി, SYS സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീദ് സഖാഫി, ഇന്ന് ആദരവ് നൽകിയ KM ചണ്ടയാട് മോസസ്താദ്, അരയരത്ത് അബ്ദുള്ള ഹാജി, സഞ്ജീവ് കുമാർ, സഞ്ജീവൻ മാസ്റ്റർ, KP രാമചന്ദ്രൻ മാസ്റ്റർ, ഇസ്മായിൽ മാസ്റ്റർ, ഇല്യാസ് സഖാഫി, അഹമ്മദ് ക തുടങ്ങി വേദിയിലും സദസ്സിലും ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ, വരപ്ര ചണ്ടയാട് പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു സുദിനം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി നടത്തുകൊണ്ടിരിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് അവൻ്റെ ഗർഭാവസ്ഥ മുതൽ പ്രസവം മുതൽ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അവൻ കടന്നുപോയിട്ടുള്ളത്. അത് സമ്പത്തുള്ളവനായാലും ഇല്ലാത്തവനായാലും പരസ്പര സഹായങ്ങളും സഹകരണങ്ങളുമില്ലാതെ നമുക്കാർക്കും ജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഒന്നിനും കഴിയാത്ത നമ്മളെ ഒരുപാട് വർഷം വളർത്തി വലുതാക്കി പരിപാലിച്ച രക്ഷിതാക്കളും ആവശ്യമായ മതഭൗതിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകരും
ജീവിതത്തിൽ നമ്മൾ പലതിനും വേണ്ടി ആവശ്യപ്പെടുന്ന പല സന്ദർഭങ്ങളും നമുക്ക് എല്ലാ നിമിഷങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും സഹായങ്ങൾ ആവശ്യമാണ്. SYS സാന്ത്വനത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി എല്ലാ നാടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതമോ രാഷ്ട്രീയമോ സംഘടനാ വ്യത്യാസമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനം മാത്രം പരിഗണിച്ചും ആത്മീയമായ ഒരു അനുഭൂതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഈ വരപ്ര കേന്ദ്രീകരിച്ചും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഉപകരിക്കട്ടെ, അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാനൂർ റീജിയണൽ സെക്രട്ടറി ഇസ്മായിൽ മാസ്റ്റർ സംസാരിക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി. മുഴുവൻ ആളുകളും റോഡിൻ്റെ പരിസരങ്ങളിൽ നിൽക്കാതെ സദസ്സിലേക്ക് തന്നെ കയറി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായ പ്രാസ്ഥാനിക നേതാക്കൾ, മറ്റ് സഹപ്രവർത്തകരെ, പരപ്ര കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന SYS സാന്ത്വനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും അതിനാവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി ഒരു ആസ്ഥാനം, സാന്ത്വന കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ ഈ പ്രദേശത്തെ വലിയ ആത്മീയ സാന്നിധ്യമായ KM ചണ്ടയാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട K മൂസ മുസ്ലിയാർ അവർകളെ ആദരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ഈ സായാഹ്നം വളരെ ധന്യമാണ്. K മൂസ മുസ്ലിയാറെ കുറിച്ച് പറയുമ്പോൾ പഴയ തലമുറകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുതിയ തലമുറ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് ഒരുപാട് കാലം ഖത്തീബായും മതപ്രഭാഷണ വേദികളിൽ നിറഞ്ഞ സാന്നിധ്യമായി പഴയ കാലത്തൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ വാളുണ്ടാവുമ്പോൾ ഒരു ദിവസം മൂസ ഉസ്താദിൻ്റെ വാളായിരിക്കും. അതുപോലെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ നബിദിന പരിപാടികളിലും വിശുദ്ധ റമദാനിലുമൊക്കെ കാരായി മൂസ മുസ്ലിയാരുടെ പ്രഭാഷണം അത് വലിയ ഒരു പരിപാടിയായി തന്നെയാണ് നടക്കാറ്. നമ്മുടെ വരപ്ര പള്ളിയിൽ നിരവധി വർഷം ഖത്തീബായും അതേപോലെ ചണ്ടയാട് മദ്രസയിൽ മുഅല്ലിമായും സേവനമനുഷ്ഠിക്കുകയും ഒരു തലമുറയെ മതപരമായ അറിവ് നൽകി അവരെ വഴി നടത്തുകയും ചെയ്ത ഒരു മഹനീയ വ്യക്തിത്വമാണ്. വലിയ പണ്ഡിതനായ മർഹൂം തട്ടാൻ്റെ വിട മമ്മ മുസ്ലിയാരുടെ മകനും കൂടിയാണ്. അങ്ങനെ പാരമ്പര്യമായും സ്വന്തമായി അറിവ് നേടുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹനീയ വ്യക്തിത്വത്തെ
നമ്മുടെ ഈ പരിപാടിയിൽ വെച്ച് ആദരിച്ചു. അതിന് ഔചിത്യ ബോധം കാട്ടിയ SYSന്റെ പാനൂർ യൂണിറ്റ് വരപ്ര യൂണിറ്റിലെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ സാന്ത്വന കേന്ദ്രം നമ്മുടെ പ്രദേശത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സാന്ത്വന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. ആ ഒരു അർത്ഥത്തിൽ SYSന്റെ സാന്ത്വന പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അക്കാനിശ്ശേരി മർക്കസ് മസ്ജിദ് മുദരിസ് അഭിവന്ദരായ ഹാഫിൽ ഇല്യാസ് സഖാഫി ഉസ്താദ് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. അമ്മാ ബഅദ്. വേദിയിലുള്ള പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. SYS സാന്ത്വന കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും സാന്ത്വന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ മഹാനായ സയ്യിദ് കല്ലറക്കൽ തങ്ങൾ മുതൽക്ക് ഒരുപാട് നേതാക്കളും സയ്യിദന്മാരും ഉസ്താദുമാരൊക്കെ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. നാം ഏവരും സാന്ത്വനത്തിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പ്രാധാന്യങ്ങളുമൊക്കെ ഉൾക്കൊണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ മുൻഗാമികളായ മഹാന്മാരുടെ ജീവിതത്തിലുമെല്ലാം നമുക്ക് വരച്ച് കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് സാന്ത്വന പ്രവർത്തനം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ബലദ് എന്നൊരു സൂറത്ത് ഖുർആനിൽ നമുക്കറിയാം. അതിൽ അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾ ധാരാളം ഓർമ്മിപ്പിക്കുമ്പോൾ അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ? വലിസാനം വശഫതൈൻ, നാവും അതുപോലെ രണ്ട് ചുണ്ടും നൽകിയില്ലയോ എന്ന് അല്ലാഹു ചോദിച്ചുകൊണ്ട് വഹദൈനാഹു നജ്ദൈൻ, മനുഷ്യന് രണ്ട് വഴി, നേരായ വഴിയും അതുപോലെ തന്നെ അസത്യമായ മിഥ്യയായ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും, രണ്ട് വഴിയും വേർതിരിച്ച് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം അല്ലാഹുവിൻ്റെ വലിയ നിഅമത്തുകളായി എണ്ണിപ്പറയുകയാണ്. വഹദൈനാഹു നജ്ദൈൻ, മനുഷ്യനെ രണ്ട് വഴി അല്ലാഹു മനുഷ്യന് കാണിച്ചു കൊടുത്തു. ഇന്ന റൂട്ടിൽ പോയാൽ സ്വർഗത്തിലെത്താം, അതുപോലെ മറ്റേ റൂട്ടിൽ പോയാൽ നരകത്തിലെത്താം. ഇങ്ങനെ റൂട്ടുകൾ കൃത്യമായി അല്ലാഹു മനുഷ്യന് കാണിച്ചു നൽകി. ഈ നിഅമത്തുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫലഖ്തഹമൽ അഖബ, എന്തേ മനുഷ്യൻ കടമ്പകൾ കടന്നു പോകാത്തത്? എന്തേ മനുഷ്യൻ കടമ്പകൾ കടക്കാത്തത്? എന്താണ് കടമ്പ? വമാ അദ്റാക മൽ അഖബ, അല്ലാഹു തന്നെ ചോദിക്കുകയാണ്. നബിയെ, തങ്ങൾക്കറിയുമോ കടമ്പ എന്താണ്? മനുഷ്യൻ കടന്നു പോകേണ്ട കടമ്പ എന്താണ്? വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. വളരെ വ്യക്തമായി അല്ലാഹു തആല സാന്ത്വന പ്രവർത്തനത്തെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രയാസത്തിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തുക, അടിമകളെ മോചിപ്പിക്കുക, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക, അതുപോലെ
മറ്റു പ്രയാസങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകളെ അതിൽ നിന്ന് സംരക്ഷിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം നൽകുന്ന വിധം പ്രവർത്തനങ്ങൾ നടത്തുക. ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. നല്ല വിശപ്പുള്ള സമയത്ത്, ഭക്ഷണത്തിന് വളരെ അനിവാര്യമായ സമയത്ത് ഭക്ഷിപ്പിക്കുക എന്നത് കടമ്പ കടക്കുന്നതിന്റെ മറ്റൊരു ഭാഗമാണ്. നമ്മുടെ സാന്ത്വന പ്രവർത്തനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം നൽകുക. നേരത്തെ ഫസലുദ്ദീൻ ഉസ്താദ് അവറുകളുടെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, വളരെ നല്ല നിലക്ക് ജീവിച്ചിരുന്ന ഒരു ആള് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത അവസ്ഥ വരെ എത്തിയത്. അത്തരം ആളുകളെ കണ്ടെത്തി നമ്മുടെ സാന്ത്വന പ്രവർത്തനത്തിലൂടെ വളരെയധികം അവർക്ക് ആശ്വാസങ്ങൾ പകരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാനൂർ CI സുധീർ സാർ നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ അനിവാര്യമായ ഔദ്യോഗിക ഡ്യൂട്ടിയുള്ളതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. എന്നാലും ഈ സാന്ത്വനത്തിൻ്റെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം പങ്കുചേർന്ന് ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ നിലക്ക് ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ തന്നെ യതീമന്ത മഖറബ, വളരെ അടുത്ത കുടുംബത്തിൽപ്പെട്ട യതീമുകൾക്കും അതുപോലെ തന്നെ തീരെ യാതൊരു നിലക്കും ജീവിക്കാൻ മാർഗമില്ലാത്ത പാവപ്പെട്ട അഗതികൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കണം. അത് വലിയ ഒരു പ്രവർത്തനമായി, കടമ്പയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഇമാമിയങ്ങളുടെ ചരിത്രത്തിലൂടെയും മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചാൽ മഹാനവറുകളുടെ ജീവിതത്തിൽ എത്രയോ സാന്ത്വന പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ നിലക്ക് പരിശുദ്ധ ഇസ്ലാം എപ്പോഴും സാന്ത്വന പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യാൻ വേണ്ടി എപ്പോഴും പ്രേരിപ്പിക്കുകയും ചെയ്ത മതമാണ്. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. ഭക്ഷണം കൊടുക്കുന്ന രംഗത്ത്, രോഗിയെ ചികിത്സിക്കുന്ന രംഗത്ത് ഒരിക്കലും തന്നെ ഒരു മതത്തിന്റെ പേരിൽ, ഒരു മതത്തിന്റെ അനുയായിയാണെന്ന നിലക്ക് മാത്രം അല്ല അവിടെയൊക്കെ ശുശ്രൂഷകളും സാന്ത്വനങ്ങളും നടത്തുന്നത്. എല്ലാ മതക്കാർക്കും നീതി ചെയ്യണമെന്നും അതുപോലെ തന്നെ സന്തോഷങ്ങൾ പകരണമെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തആല ഒരുപാട് അത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. SYS വരപ്ര യൂണിറ്റ് സാന്ത്വന കേന്ദ്രം ഉദ്ഘാടന വേദിയിൽ നമ്മെ സംബോധന ചെയ്ത് CI സാർ സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിലെ അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമായി ഈ ചടങ്ങിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തതിൽ ക്ഷമ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും SYSന്റെ ഒരു പ്രോഗ്രാമിൽ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക ഡ്യൂട്ടി വന്നതുകൊണ്ട് മാത്രം വരാൻ പറ്റാത്ത ഒരവസ്ഥയായി. തീർച്ചയായിട്ടും ഈ സാന്ത്വനത്തിൻ്റെ ശരിക്കുള്ളൊരു രൂപം എന്താണെന്ന് വെച്ചാൽ, SYSന്റെ ഓരോ പ്രവർത്തനങ്ങളിലും പല മേഖലകളിലും ഞങ്ങൾക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും പല അവസരങ്ങളിലും. ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ വേദി, കാരണം നമ്മൾക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് അവസരം കിട്ടിയെന്ന് വരില്ല. എൻ്റെ ഓർമ്മയിൽ കൊറോണ സമയത്ത് നമ്മൾ അന്ന് വേറെ നാട്ടിലാരും പുറത്തിറങ്ങില്ല, പോലീസ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ അന്ന് SYSന്റെ വളണ്ടിയർമാർ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളുണ്ടായിരുന്നു. എയർപോർട്ടിൽ ഡ്യൂട്ടിക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയത്ത് ഡ്യൂട്ടി എടുത്തു. അന്ന് ബുദ്ധിമുട്ടുള്ളത്, നമ്മൾക്ക് ഫുഡിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ
അവിടുന്ന് വരുന്നവരെ കൊണ്ടുപോകുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആളെ കയറ്റിവിടണം. അതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അന്ന് നമ്മുടെ എയർപോർട്ടിൽ വെച്ച് പോലീസിന് ചെയ്തു കൊടുത്തത് SYSൻ്റെ നല്ലവരായ വളണ്ടിയർമാരാണ്. അവരെ ഈ സമയത്ത് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നും ഞാൻ പറയാം, നമ്മുടെ ഓരോ അവസരങ്ങളിലും, നമ്മുടെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പാലിയേറ്റീവ് ഒരു വണ്ടി വേണം, തൊട്ടടുത്ത് തന്നെ SYSൻ്റെ ഒരു വളണ്ടിയറുണ്ട്, അവർ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം സാർ എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ തന്ന് വെച്ച് പോയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം പലപ്പോഴും പോലീസിന് മുമ്പിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നു വരിക. അപ്പോൾ നമ്മളുടെ ഏത് കാര്യത്തിനും ഒരു സഹായിയെ പോലെ, അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിനെ പോലെ വന്നിരിക്കുന്ന ഓരോ വളണ്ടിയറും ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. നിങ്ങളുടെ ഓരോ ഉദ്യമത്തിനും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. ജയ്. SYS പാനൂർ സോൺ ജനറൽ സെക്രട്ടറി മുനീർ മാസ്റ്റർ ആശംസകൾ അറിയിക്കുന്നു. അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട CI സാർ, സുധീർ സാർ, ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, അൽഹംദുലില്ലാഹ് വളരെ ധന്യമായൊരു നിമിഷത്തിലാണ് നാം ഉള്ളത്. വരപ്ര യൂണിറ്റ് ഒട്ടേറെ വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ, മെഡിക്കൽ കാർഡുകൾ, അതോടൊപ്പം തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായങ്ങൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു സാന്ത്വന കേന്ദ്രവും കൂടി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. SYSനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, നിരാലംബരായ ആളുകൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ, ഒരു നാടിൻ്റെ ഗ്രാമത്തിൻ്റെ എല്ലാവിധ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സംഘടന. ഓരോ കേന്ദ്രങ്ങളും ഒരു നാടിന് എന്തൊക്കെ വികസനം വേണം, ആ വികസനം നല്ല ചിന്തകൾ രൂപപ്പെടുത്താനും മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള മഹത്തായ സന്ദേശവും കൂടിയാണ് SYS നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാന്ത്വന കേന്ദ്രം ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഇവിടുത്തെ പ്രവർത്തകർക്കുണ്ട്. ഒരുപാട് സേവന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു കരിയർ ഗൈഡൻസ് സെൻ്ററായും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും SYS പാനൂർ സോണിന് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SYS വരപ്ര യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജുമൈൽ ഫൈസാനി ഈ മഹത്തായ സദസ്സിൽ നന്ദി അറിയിച്ച് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഖാദർ ഹാജി സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന കല്ലറ തങ്ങളുപ്പാപ്പ, നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി തന്ന റഷീദ് സഖാഫി ഉസ്താദ് അവർകൾ, മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രവർത്തകർ, നേതാക്കന്മാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സംഗമം 3 സ്വലാത്തോടുകൂടി തൽക്കാലികമായി പിരിച്ചുവിടുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഈ മഹത്തായ വേദിയിൽ മഗ്രിബ് നിസ്കരിച്ച ഉടനെ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മദനിയം ആത്മീയ മജ്ലിസ് ആരംഭിക്കുകയാണ്. മദനിയം ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഈ മഹത്തായ വേദിയിൽ മർഹൂം എരോത്ത് അലി ഹാജി നഗറിൽ മദനിയം ആത്മീയ മജ്ലിസ് ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മഗ്രിബ് നിസ്കരിച്ച ഉടനെ മദനിയം ആത്മീയ മജ്ലിസ്
ആരംഭിക്കുന്നു. ഈ മഹത്തായ വേദിയിൽ നാളെ രാത്രി സയ്യിദ് VPA തങ്ങൾ ആട്ടീരി തങ്ങൾ അവരുടെ പ്രഭാഷണവും നടക്കുകയാണ്.